Hello students, in this class we are going to discuss about electric dipole and dipole fields. So first of all, let us see what do you mean by an electric dipole. So two equal and opposite point charges separated by a small distance is called an electric dipole. Equal and opposite charges plus Q and minus Q. These two charges are separated by a small distance. Here, that small distance is marked as 2a. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. സപ്പോസ് ദിസ് ഈസ് എ പോസിറ്റീവ് ചാർജ്, ദിസ് ഈസ് എ നെഗറ്റീവ് ചാർജ്, ദിസ് ഈസ് പ്ലസ് ക്യൂ ആൻഡ് ദിസ് വൺ ഈസ് മൈനസ് ക്യൂ. ആദ്യമായിട്ട് മനസ്സിലാക്കുക, ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു സിംഗിൾ ബോഡിയിലാണ് ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്പം കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് സെപ്പറേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു മോളിക്യൂളിലാവാം. അപ്പോൾ ഈ ചാർജസ് ഇങ്ങനെ വെറുതെ നിൽക്കുകയല്ല, ആ പോസിറ്റീവ് ഈക്വൽ നെഗറ്റീവ് ചാർജസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ബോഡിയിലാണ്, അല്ലെങ്കിൽ ഒരു മോളിക്യൂളിലാണ്. ഇവിടെ ഈ ചാർജസ് തമ്മിലുള്ള സെപ്പറേഷൻ നമ്മൾ നോട്ട്സിൽ കണ്ടു. ആ സെപ്പറേഷൻ എത്രയാണ്? 2a. ഇവിടെ 2a എന്ന സെപ്പറേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. 2a എന്ന ലെങ്ത് വളരെ ചെറുതാണ്. അത് ഓൾമോസ്റ്റ് വരുന്ന റേഞ്ച് ഇതാണ്, 10⁻⁻⁶ മീറ്ററിൻ്റെ റേഞ്ചിലാണ് 2a എന്ന ഡിസ്റ്റൻസ് വരിക. ഇനി മറ്റൊരു കാര്യം, നമുക്ക് എങ്ങനെ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ പ്രൊഡ്യൂസ് ചെയ്യാം? സപ്പോസ് നമുക്കിവിടെയുള്ളത് ഒരു ന്യൂട്രൽ ബോഡിയാണെന്ന് വെക്കുക. ഇതെന്താണ്? ഒരു ന്യൂട്രൽ ബോഡി. എന്താണ് ന്യൂട്രൽ ബോഡിയുടെ പ്രത്യേകത? ആ ന്യൂട്രൽ ബോഡിയിൽ ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ടാകും. ഇപ്പോൾ ഈ ന്യൂട്രൽ ബോഡിയുടെ അടുത്തേക്ക് ഞാനൊരു പോസിറ്റീവായിട്ട് ചാർജ് ചെയ്ത ബോഡി കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ബോഡിയിലുള്ള പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസിൽ ഈ ബോഡിയിലെ എല്ലാ നെഗറ്റീവ് ചാർജസും ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതുപോലെ ഈ ബോഡിയിലെ കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ചാർജസ് ഇവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇത് മൈനസ് ക്യൂ ആണെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ ചാർജ് മൈനസ് ക്യൂ ആണെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? പ്ലസ് ക്യൂ ആയിരിക്കും. നൗ ദിസ് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. സോ ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2a. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ മനസ്സിലാക്കുക, ഇലക്ട്രിക് ഡൈപോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ബോഡിയിലാണ്. നെക്സ്റ്റ്, let us see the most important physical quantity associated with electric dipole. So that is the electric dipole moment. Electric dipole moment, simply dipole moment. It is represented as P. Now, what do you mean by electric dipole moment? It is the product of one of the charges and distance of separation between the charges. That is, P is equal to Q into 2a. P is equal to Q into 2a. Q is the N1 charge and 2a is the distance of separation between the charges. Now, we know dipole moment. Dipole moment is a vector quantity. So, it possesses both magnitude and direction. The expression for magnitude of electric dipole moment is P is equal to Q into 2a. Then what about its direction? And its direction is from negative to positive charge along the axis. The direction of electric dipole moment is from negative to positive charge along the axis.
അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഒരു നെഗറ്റീവ് ചാർജാണെന്ന് വയ്ക്കുക, ഇത് പോസിറ്റീവ് ചാർജാണ്. സപ്പോസ് ദിസ് ഈസ് മൈനസ് ക്യൂ, ദിസ് ചാർജ് ഈസ് പ്ലസ് ക്യൂ, ദിസ് ഈസ് ദി ആക്സിസ് ഓഫ് ദി ഡൈപോൾ. എന്താണ് ആക്സിസ് ഓഫ് ദി ഡൈപോൾ? ഈ രണ്ട് ചാർജസിൻ്റെയും സെൻറ്റേഴ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ആക്സിസ് ഓഫ് ദി ഡൈപോൾ. ഇപ്പോൾ ഈ ഡൈപോളിന് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ എന്താണ്? ഡൈപോൾ മൊമെന്റ് P is equal to എന്താണ്? Q into 2A. അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ചാൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. Q into 2A is the magnitude. Now what about direction? So we know the direction of electric dipole moment, that's a physical quantity. The direction of electric dipole moment is from negative to positive charge along the axis. So this is the direction of electric dipole moment. We denote as P cap, that's a unit vector that is used for indicating the direction of electric dipole moment. So direction is from negative to positive charge along the axis. Now, the SI unit of electric dipole moment. നമ്മൾ അടുത്ത പോയിന്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇതാണ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് കൂളോം മീറ്റർ. നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് P is equal to എന്താണ്? Q into 2A. Q is the charge, 2A is the distance between two charges. SI unit of charge is coulomb and SI unit of distance is meter. So SI unit of electric dipole moment is coulomb meter. So here 2A. What is 2A? 2A is known as dipole length. What is 2A? 2A is the dipole length. Q is the charge. Now the SI unit of electric dipole moment is coulomb meter. The total electric charge on an electric dipole is 0. Why? Because we know electric dipole consisting of equal and opposite charges, that is total charge, that is plus Q plus minus Q is equal to 0. So the total electric charge on an electric dipole is 0. But its electric field is not 0, as the position of the two opposite charges is different. So here two opposite charges are separated. As a result, the electric field due to electric dipole is not 0, but total charge in an electric dipole is 0. Next topic is electric field at a point on the axial line of an electric dipole. ഇതൊരു ഡെറിവേഷനാണ്. ഇവിടെ നമുക്കൊരു ഫൈനൽ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഒപ്പം ഡെറിവേഷൻ എഴുതി നന്നായിട്ട് പഠിക്കണം. കാരണം എക്സാമിനേഷന് 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്ന ഒരു സെക്ഷനാണ്. ഫിഗർ വരച്ച് ഡെറിവേഷൻസ് മനസ്സിലാക്കി എഴുതി പഠിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഡെറിവേഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഈ ആക്സിയൽ ലൈൻ എന്ന് മനസ്സിലാക്കുകയാണ്. വാട്ട് ഡു യു മീൻ ബൈ ആൻ ആക്സിയൽ ലൈൻ? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇവിടെ വി ഹാവ് 2 ചാർജസ്, പോസിറ്റീവ് ചാർജ് ആൻഡ് എ നെഗറ്റീവ് ചാർജ്. അതിൻ്റെ സെൻറ്റേഴ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, ആ 2 ചാർജസിൻ്റെയും സെൻറ്റേഴ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, അതാണ് എന്ത്? ആക്സിയൽ ലൈൻ എന്ന് പറയുക. 2 ചാർജസിൻ്റെയും സെൻറ്റേഴ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ആക്സിയൽ ലൈൻ. ഇനി മറ്റൊന്ന് ഇക്വിറ്റോറിയൽ ലൈൻ എന്താണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത ഡെറിവേഷനായിട്ട് പഠിക്കുന്നത് ഇക്വിറ്റോറിയൽ ലൈനാണ്. ഇക്വിറ്റോറിയൽ ലൈൻ. അപ്പോൾ എന്താണ് ഇക്വിറ്റോറിയൽ ലൈൻ? ഇറ്റ്സ് എ ലൈൻ പാസിംഗ് ത്രൂ ദി സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി ഡൈപോൾ. അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് എന്താണ്?
ഇക്വിറ്റോറിയൽ ലൈനാണ്. നമ്മുടെ ഡൈപോളിൻ്റെ സെൻറ്ററിലൂടെ അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യുന്ന ലൈനാണ് ഇക്വിറ്റോറിയൽ ലൈൻ. ഇപ്പോൾ നമ്മളുടെ ഡെറിവേഷനിലേക്ക് കടക്കുന്നു. നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇവിടെ ടു ചാർജസ്, ഹിയർ വി ഹാവ് ടു ചാർജസ് മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ. So they are separated by a distance of 2a. These two charges are separated by a distance of 2a. ഇവിടെ 2a എന്ന ഡിസ്റ്റൻസ് സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇത് a. നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയുള്ള കൺവീനിയൻസിന് വേണ്ടിയാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് ഇതേ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടു ചാർജസ് തമ്മിലുള്ള സെപ്പറേഷൻ 2a. നമ്മൾ ആദ്യം പോസിറ്റീവ് ചാർജ് എടുക്കുകയാണ്. പോസിറ്റീവ് ചാർജ് നമുക്കറിയാം. ഈ പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഈ ഡൈപോളിൻ്റെ പ്രസൻസിൽ എ എന്ന പോയിന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുക? അതിൻ്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിൻ്റാണ്. അതിൻ്റെ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ലൈനിലെ ഒരു പോയിൻ്റാണ് എ. അപ്പോൾ എ എന്ന പോയിന്റിലെ ഈ ഡൈപോളിൻ്റെ പ്രസൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസിൽ എ എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. നമുക്കറിയാം പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസിൽ എ എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്? എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. അപ്പോൾ എ എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഞാനിവിടെ വെക്റ്റർ ആയിട്ട് കാണിക്കുകയാണ്. വെക്റ്റർ വരച്ചുകൊണ്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് എ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഇ പ്ലസ്. ഇവിടെ നമുക്കറിയാം we know the expression for electric field due to a point charge as E is equal to എന്താണ്? 1/4πε0 Q by R square ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഇ പ്ലസിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇ പ്ലസ് ഇസ് ഈക്വൽ ടു എന്താണ്? 1/4πε0 Q by R മൈനസ് എ ഹോൾ സ്ക്വയർ. എങ്ങനെ ആർ മൈനസ് എ വന്നു? എന്താണ് ഈ ആർ മൈനസ് എ? ഇവിടെ ആർ മൈനസ് എ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്ലസ് ക്യൂവും എ എന്ന പോയിന്റുമായിട്ടുള്ള സെപ്പറേഷനാണ്. പ്ലസ് ക്യൂവും എ എന്ന പോയിന്റുമായിട്ടുള്ള സെപ്പറേഷനാണ് ആർ മൈനസ് എ. കാരണം ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും എ എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ആർ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ക്യൂവും നമ്മുടെ എ എന്ന പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആർ മൈനസ് എ ആയിരിക്കും. സോ നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുക. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു പോയിന്റ് ചാർജ് പ്ലസ് ക്യൂ ഈസ് ഇ പ്ലസ് ഇസ് ഈക്വൽ ടു 1/4πε0 Q by R മൈനസ് എ ഹോൾ സ്ക്വയർ. ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡ്യൂ ടു പോയിന്റ് ചാർജ് മൈനസ് ക്യൂ, ദാറ്റ് ഈസ് ഇ മൈനസ്. നമ്മളത് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ മൈനസ് ക്യൂ എന്ന ചാർജിൻ്റെ പ്രസൻസിൽ എ എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മൈനസ് ക്യൂ നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫീൽഡ് ഡിറക്ഷൻ എങ്ങനെയാണ്? ഏത് പോയിന്റിലെ ഫീൽഡ് ഡിറക്ഷൻ എടുത്താൽ എങ്ങോട്ട് തന്നെ വരും? ടുവേഡ്സ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ മൈനസ് ക്യൂവിൻ്റെ പ്രസൻസിൽ എ എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്? ടുവേഡ്സ് ലെഫ്റ്റ്. സോ ദാറ്റ് ഈസ് ഇ മൈനസ്. അപ്പോൾ ഈ മൈനസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ദാറ്റ്സ് ഈക്വൽ ടു ഇ മൈനസ് ഇസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡ് ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇവിടെ എങ്ങനെ ആർ പ്ലസ് എ വന്നു? ഇവിടെ മൈനസ് ക്യൂവും എ എന്ന പോയിന്റുമായിട്ടുള്ള സെപ്പറേഷൻ എത്രയാണ്? ഇത്രയും സെപ്പറേഷൻ ആർ ആണ്, ഇത്രയും സെപ്പറേഷൻ എ ആണ്. സോ വാട്ട് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ്? ദാറ്റ് ഈസ് ആർ പ്ലസ് എ. ഇനി എ എന്ന പോയിന്റിൽ മൈനസ് ക്യൂ ചാർജിൻ്റെ പ്രസൻസിലും പ്ലസ് ക്യൂ ചാർജിൻ്റെ പ്രസൻസിലുമുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇ ഇസ് ഈക്വൽ ടു ഇ പ്ലസ്
ഇ മൈനസ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, എ എന്ന പോയിന്റിലുള്ള ഇ പ്ലസിൻ്റെയും ഇ മൈനസിൻ്റെയും ഡയറക്ഷൻസ് എങ്ങനെയാണ്? ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷനിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇ ഇസ് ഈക്വൽ ടു ഇ പ്ലസ് പ്ലസ്, അതിൻ്റെ കൂടെ ഒരു മൈനസ് സൈൻ കൂടി ചേർക്കണം. എന്തുകൊണ്ടാണ്? ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. അപ്പം നിങ്ങളുടെ നോട്ട്സിൽ അത് കറക്റ്റ് ചെയ്യണം. ഇ ഇസ് ഈക്വൽ ടു എന്താണ്? ഇ പ്ലസ് പ്ലസ് മൈനസ് ഇ മൈനസ്. അപ്പോൾ അവിടെ മൈനസ് ചെയ്യാൻ വരാൻ കാരണം എന്താണ്? ഇ പ്ലസും ഇ മൈനസും ഓപ്പോസിറ്റ് ഡിറക്ഷനിലായതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ നമ്മളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് ഇ ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ പ്ലസിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇ മൈനസിൻ്റെ ഇക്വേഷന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഒപ്പം ഇവിടെ നമ്മൾ എന്തുകൂടി ചേർക്കണം? ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കണം. നമുക്കറിയാം പ്ലസ് മൈനസ് മൈനസ് ആണ്. ഇനി നമ്മൾ അവിടെ കോമൺ ആയിട്ടുള്ള ടേംസ് പുറത്തേക്ക് എടുക്കുകയാണ്. ക്യൂ രണ്ട് ടേമിലും കോമൺ ആണ്. 1/4πε0 കോമൺ ആണ്. അതുകൊണ്ട് അത് ബ്രാക്കറ്റിന് പുറമേക്ക് എടുക്കുന്നു. നൗ ഇ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/r മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ എൽസിയം എടുക്കുന്നു, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എൻ്റെ എൽസിയം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്യൂ ബൈ 4πε0 r പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് r മൈനസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ r മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് എ ഹോൾ സ്ക്വയർ. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമ്മൾ എടുക്കുകയാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അങ്ങനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് നമ്മുടെ ഡെറിവേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഉണ്ട്, ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ഉണ്ട്. നമ്മൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ പറയാം? സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെയാക്കാം, ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് എ. വീണ്ടും നമുക്ക് പറയാം ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് എ. അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണിത്. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇതെന്ത് തന്നെയാണ്? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ അത് ഒരുമിച്ച് ചെയ്തുമ്പോൾ എങ്ങനെ വരും? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി നമ്മളിവിടെ അതിൻ്റെ ന്യൂമറേറ്ററിൽ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട്. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആർ പ്ലസ് എ സ്ക്വയറും ആർ മൈനസ് എ സ്ക്വയറും എക്സ്പാൻഡ് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ സിംപ്ലിഫൈ കഴിയുമ്പോൾ ന്യൂമറേറ്റർ എന്ത് കിട്ടും? 4ar എന്ന് കിട്ടും. 4ar. ഡിനോമിനേറ്റർ എന്താ കിട്ടുക? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നമുക്കറിയാം പി ഇസ് ഈക്വൽ ടു എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a ആണ്. ക്യൂ ഇൻറ്റു 2a. അപ്പോൾ നമ്മളിവിടെ ക്യൂ ഇൻറ്റു 4ar എന്ന ഡിനോമിനേറ്ററിലൊന്ന് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ക്യൂ ഇൻറ്റു 4ar എന്ന് വെച്ചാൽ എന്താണ്? ക്യൂ ഇൻറ്റു 2a ഇൻറ്റു 2r തന്നെയല്ലേ? ക്യൂ ഇൻറ്റു 2a ഇൻറ്റു 2r ആണ് ഇത്. ക്യൂ ഇൻറ്റു 4ar എന്ന് പറയുക. അപ്പോൾ ഇവിടെ ക്യൂ ഇൻറ്റു 2a എന്ന് വെച്ചാൽ എന്താണ്? പി ആണ്, ഡൈപോൾ മൊമെൻറ്റ് പി. അപ്പോൾ ക്യൂ ഇൻറ്റു 2aക്ക് പകരം നമ്മൾ പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നൗ ഇ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/4πε0 എന്ത് കിട്ടും? 2pr. നമ്മൾ റീഅറേഞ്ച് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. 2pr ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ വരുന്നത് ഒരു അപ്രോക്സിമേഷനിലേക്കാണ്. അപ്രോക്സിമേഷൻ ഇത്രയേ ഉള്ളൂ. ഫോർ എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ, ഞാൻ പറഞ്ഞു നമ്മുടെ ഡൈപോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും ഒരു മോളിക്യൂളിലൊക്കെയാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമായിട്ടുള്ള സെപ്പറേഷൻ വളരെ ചെറുതാണ്. നമുക്കറിയാം ആ സെപ്പറേഷൻ എങ്ങനെയാണ്? ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻⁶ മീറ്റർ. 10⁻⁻⁶ മീറ്റർ. അപ്പോൾ
ആർ എന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ വളരെ ചെറുതാണ്. സോ എ സ്ക്വയർ എടുത്തു കഴിഞ്ഞാലോ അതിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ എന്ന ക്വാണ്ടിറ്റി നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ എ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് വരും, ഇ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വരിക, 2PR ഡിവൈഡ് ബൈ, നമ്മൾ ഇവിടെ എ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇ ഇസ് ഈക്വൽ ടു എങ്ങനെ പറയാം, ഇ ഇസ് ഈക്വൽ ടു എങ്ങനെ പറയാം, 1/4πε0 2PR. എ നെഗ്ലക്റ്റ് ചെയ്തു, അപ്പോൾ എന്ത് വരും, എ 0 ആണ്, എ 0 എന്ന് എടുത്തുള്ളൂ. സോ ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എന്ത് വരും, r⁴ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ആറും ഇവിടെ ഒരു ആറും ക്യാൻസലായി പോകും. അവിടെ എന്ത് വരും, അപ്പോൾ r³. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി, ഇ ഇസ് ഈക്വൽ ടു 1/4πε0 2p/r³. ഇതാണ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ. ഈ ഇക്വേഷൻ മനസ്സിലാക്കി വയ്ക്കാം. നമ്മളെന്തെങ്കിലും നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷനാണ്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയെല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷനാണ്. അതങ്ങോട്ട് ബൈഹാർട്ട് ചെയ്യുക, ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെറിവേഷൻ. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ദ ഡയറക്ഷൻ ഓഫ് ആക്സിയൽ ഫീൽഡ് ഈസ് സെയിം ആസ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. അത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ പ്രസൻസിൽ നമ്മുടെ എ എന്ന പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നമുക്കറിയാം. ഇവിടെ ഇ പ്ലസ് ഉണ്ട്, ഇ മൈനസ് ഉണ്ട്. ഇവിടെ ഇ പ്ലസ് ആണോ അതോ ഇ മൈനസ് ആണോ സ്ട്രോങ്ങർ, ഏതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഹയർ, നമുക്ക് മനസ്സിലാക്കാം. ഇ പ്ലസ്, അതായത് എ എന്ന പോയിന്റ് പ്ലസ് ക്യൂ പോസിറ്റീവ് ചാർജിന് വളരെ അടുത്താണ്, ശരിയല്ലേ? അതേപോലെ മൈനസ് ക്യൂ എന്ന ചാർജ് എ എന്ന പോയിന്റിൽ നിന്നും വളരെ അകലത്തിലാണ്. പ്ലസ് ക്യൂവിൻ്റെ അകലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈനസ് ക്യൂ കുറച്ചുകൂടി കൂടുതൽ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ പ്ലസ് ക്യൂ എന്ന ചാർജിൻ്റെ പ്രസൻസിൽ ഉള്ള ഇ പ്ലസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇ മൈനസ് ക്യൂവിൻ്റെ പ്രസൻസിൽ എ എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡായ ഇ മൈനസിൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ ഹയറാണ്. അപ്പോൾ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഹയർ ആയതുകൊണ്ട് അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് ഇ പ്ലസിൻ്റെ ലെങ്ത് ഇ മൈനസിൻ്റെ ലെങ്ത്തിനേക്കാൾ ഹയറാണ്. അപ്പോൾ ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം റിസൾട്ടൻ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങനെയിരിക്കും, ലാർജസ്റ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനാണ്. ഇവിടെ ലാർജസ്റ്റ് വെക്റ്റർ ഏതാണ്, ഇ പ്ലസ്. അപ്പോൾ ഇൻ ദിസ് കേസ് വി ക്യാൻ സേ ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിയൽ ഫീൽഡ് ഈസ് ടോട്ടൽ ആക്സിയൽ ഫീൽഡ് ഈസ് ടുവേഡ്സ് റൈറ്റ്. കാരണം നമ്മൾ രണ്ട് വെക്റ്റേഴ്സിന് ഓപ്പോസിറ്റ് ഡിറക്ഷൻസിലുള്ള രണ്ട് വെക്റ്റേഴ്സിന് സം ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഇറ്റ് വിൽ ബി സെയിം ആസ് ദി ഡയറക്ഷൻ ഓഫ് ലാർജസ്റ്റ് വെക്റ്റർ. അപ്പോൾ എ എന്ന പോയിന്റിൽ നമ്മുടെ ഡൈപോളിൻ്റെ പ്രസൻസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ടുവേഡ്സ് റൈറ്റ്. അത് മനസ്സിലാക്കുക. നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് എലോങ് ദി ആക്സിസ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, പി ക്യാപ്പായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്, ദാറ്റ് മീൻസ് ടുവേഡ്സ് റൈറ്റ്. ഇനി എ എന്ന പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് തന്നെയാണ്, ടുവേഡ്സ് ദി റൈറ്റ്. സോ ഇൻ ദിസ് കേസ് വി ക്യാൻ സേ ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിയൽ ഫീൽഡ് ഈസ് സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് റൈറ്റിലേക്കാണ്, ആക്സിയൽ ഫീൽഡ് എങ്ങോട്ട് തന്നെയാണ്, റൈറ്റിലേക്കാണ്. സോ ഇൻ ദ കേസ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ, ഇലക്ട്രിക് ഫീൽഡ് എലോങ് ദി ആക്സിയൽ ലൈൻ ഈസ് 1/4πε0 2p ഡിവൈഡ് ബൈ r³. ഇവിടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, ഈ ഇക്വേഷൻ നോക്കിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഡൈപോൾ എലോങ് ദി ആക്സിയൽ ലൈൻ, നമുക്കതുകൊണ്ട് ഈ ആക്സിയൽ എന്നൊക്കെ എടുക്കാം, കുഴപ്പമില്ല. ഈ ആക്സിയൽ, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് എലോങ് ആക്സിയൽ ലൈൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡൈപോൾ മൊമെൻറ്റ്. ഈ ആക്സിയൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദി ഡൈപോൾ. മറ്റൊരു പോയിന്റ് ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ആക്സിയൽ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r³. ദാറ്റ് ഈസ് ഈ ആക്സിയൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു 1/r³. ഇവിടെ ക്യൂബായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക.
ഇവിടെ നമ്മൾ കാണുന്നൊരു ഗ്രാഫാണ്. ഗ്രാഫ് കണക്റ്റിംഗ് ആർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ആർ എന്താണ്? ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററും ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പോയിൻറ്റുമായിട്ടുള്ള സെപ്പറേഷനാണ്. ഇവിടെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി ആക്സിയൽ ലൈൻ ഓഫ് അൺ ഇലക്ട്രിക് ഡൈപോൾ, ദറ്റ് ഈസ് ഇ is equal to 1 by 4 pi epsilon 0 2p by r cube. So we know E proportional to 1 by r cube. So when r increases, the value of electric field decreases. അപ്പോൾ ഈ വേരിയേഷൻ മനസ്സിലാക്കുക. ദിസ് ഈസ് പ്രപ്പോർഷണൽ ടു 1 by r cube. ഇതാണ് ആക്സിയൽ ലൈൻ്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷൻ.